രാജ്യത്തിനകത്ത് ഭരണത്തിലിരുന്നു കൊണ്ട് സ്വന്തം കുഴി തോണ്ടുന്ന വ്യക്തിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ യാഥാർത്ഥ്യം എത്രമാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ ഇപ്പോൾ ലോകം കാണുന്നതാണ്. തന്റെ ഭരണത്തിൽ അമേരിക്കൻ ജനതയും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഉറ്റ സുഹൃത്തായിരുന്ന ഇലോൺ മസ്കിനെ അവഗണിച്ചത് മുതൽ ട്രംപിന്റെ നെഗറ്റീവ് ചിത്രങ്ങളാണ് US-ൽ ഉയർന്നു വന്നത്. അതിന് ശാശ്വത പരിഹാരം കാണാൻ ട്രംപ് ഇതുവരെ തയ്യാറായില്ല. വീണ്ടും ട്രംപിന്റെ നെഗറ്റീവ് ഇമേജ് കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാഴ്ചവെക്കുകയാണ് അദ്ദേഹം. വ്യാഴാഴ്ച രാത്രി വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നതതല ടെക് സിഇഒമാരുടെ ഒരു പട്ടികയ്ക്ക് അത്താഴ വിരുന്ന് നൽകും. വൈറ്റ് ഹൌസ് പറയുന്നതനുസരിച്ച് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ആപ്പിൾ സിഇഒ ടിം കുക്ക്, മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് എന്നിവരും ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു ഡസൻ എക്സിക്യൂട്ടീവുകളും അതിഥി പട്ടികയിൽ ഉൾപ്പെടും. അതിഥി പട്ടികയിൽ നിന്ന് ശ്രദ്ധേയമായ ഒരു അഭാവമാണ് ഇലോൺ മസ്ക്. ഒരു കാലത്ത് ട്രംപിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ഈ വർഷം ആദ്യം ട്രംപുമായി മസ്കിന് പരസ്യമായ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ട്രംപ് അടുത്തിടെ പുൽത്തകിടിയിൽ വിരിച്ചുവെച്ച മേശകൾ, കസേരകൾ, കുടകൾ എന്നിവ സ്ഥാപിച്ച റോസ് ഗാർഡനിലാണ് അത്താഴം നടക്കുന്നത്. ഫ്ലോറിഡയിലെ തന്റെ മാർ എ ലാഗോ ക്ലബിലെ ഔട്ട്ഡോർ സജ്ജീകരണത്തിന് സമാനമായി ഇവ കാണപ്പെടുന്നു. വാഷിംഗ്ടണിലോ ഒരുപക്ഷെ ലോകത്തിലോ ഏറ്റവും ചൂടേറിയ സ്ഥലമാണ് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡൻ ക്ലബ്ബ്. പുതിയതും മനോഹരവുമായ റോസ് ഗാർഡൻ പാറ്റിയോയിൽ വരുന്ന ഈ അത്താഴ വിരുന്നിലേക്കും നിരവധി അത്താഴ വിരുന്നിലേക്കും മികച്ച ബിസിനസ്, രാഷ്ട്രീയ, സാങ്കേതിക നേതാക്കളെ സ്വാഗതം ചെയ്യാൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നു. വൈറ്റ് ഹൌസ് വക്താവ് ഡേവിഡ് ഇംഗിൾ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. വൈറ്റ് ഹൌസിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഡ്യൂക്കേഷൻ ടാസ്ക് ഫോഴ്സിന്റെ യോഗത്തിന് ശേഷമാണ് പരിപാടി നടക്കുക. പ്രഥമ വനിത മെലാനിയ ട്രംപ് ഇതിന് നേതൃത്വം നൽകും. വ്യാഴാഴ്ചത്തെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നവരിൽ ചിലരെങ്കിലും അമേരിക്കൻ യുവാക്കൾക്ക് AI വിദ്യാഭ്യാസം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ടാസ്ക് ഫോഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ സ്ഥാപകൻ സെർജി ബ്രിൻ, സിഇഒ സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദല്ല, ഓപ്പൺ AI സിഇഒ സാം ആൾട്ട്മാൻ, സ്ഥാപകൻ ഗ്രെഗ് ബ്രോക്ക്മാൻ, ഒറാക്കിൾ സിഇഒ സഫ്ര കട്സ്, ബ്ലൂ ഒറിജിൻ സിഇഒ ഡേവിഡ് ലിം, മൈക്രോൺ സിഇഒ സഞ്ജയ് മെഹ്റോത്ര, TIBCO സോഫ്റ്റ്വെയർ ചെയർമാൻ വിവേക് രൺദിവെ, പലന്തിൻ എക്സിക്യൂട്ടീവ് ശ്യാം ശങ്കർ, സ്കെയിൻ AI സ്ഥാപകനും സിഇഒയും അലക്സാണ്ടർ വാങ്, ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ്സ് സിഇഒ ജാരഡ് ഐസക്മാൻ എന്നിവരും അത്താഴ വിരുന്നിലുള്ള അതിഥി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. മസ്കിന്റെ കൂട്ടാളിയായിരുന്ന ഐസക്മാൻ നാസയുടെ തലവനായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. എന്നാൽ മസ്കുമായുള്ള ബന്ധം വേർപെടുത്തിയ സമയത്ത് മാത്രമാണ് നാമനിർദ്ദേശം റദ്ദാക്കിയത്. മസ്ക് തന്നോട് അസ്വസ്ഥനാകാൻ കാരണങ്ങളിലൊന്ന് നോമിനേഷൻ റദ്ദാക്കലാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഐസക്മാനെ പൂർണ്ണമായും ഒരു ഡെമോക്രാറ്റ് എന്ന് വിളിച്ചു. അതേസമയം ഒരിക്കൽ പങ്കാളിയായിരുന്ന ട്രംപ് മസ്ക് ബന്ധം 2025 മെയ് മാസത്തിൽ വഷളായി. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരനായി നിയമിതനായ മസ്ക് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിളിക്കപ്പെടുന്ന ട്രംപിന്റെ ഒപ്പുനികുതിയുടെയും ചിലവ് നിയമനിർമ്മാണത്തിന്റെയും കടുത്ത വിമർശകനായി. ട്രംപ് മുന്നോട്ട് വെച്ച ഈ ബിൽ ഫെഡറൽ കമ്മി ട്രില്യൺ കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കുമെന്നും ഇത് അദ്ദേഹത്തിന്റെ ചിലവ് ചുരുക്കാൻ സംരംഭങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും മസ്ക് ആരോപിച്ചു. അദ്ദേഹം നിയമനിർമ്മാണത്തെ വെറുപ്പുളവാക്കുന്ന മ്ലേച്ഛത എന്ന് പരസ്യമായി വിശേഷിപ്പിക്കുകയും ദി അമേരിക്കൻ പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത പോലും ഉന്നയിക്കുകയും ചെയ്തു. പുറത്തുവിടാത്ത ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപിന്റെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കപ്പെടാത്ത അവകാശവാദങ്ങൾ മസ്ക് ഉന്നയിച്ചതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി. മറുപടിയായി US പ്രസിഡന്റ് മസ്കിന്റെ സർക്കാർ കരാറുകളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തു. ഇത് രണ്ട് സ്വാധീനമുള്ള വ്യക്തികൾക്കിടയിൽ രൂക്ഷമായ സംഘർഷത്തിലേക്ക് നയിച്ചു. മാത്രമല്ല, മാസങ്ങൾ നീണ്ട കടുത്ത പൊതുതർക്കത്തിന് ശേഷം മുൻ സഖ്യകക്ഷിയായ എലോൺ മസ്കിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വരം മയപ്പെടുത്തിയെന്നും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച റെക്കോർഡ് ചെയ്ത സ്കോട്ട് ജെന്നിംഗ് ഷോയിൽ സംസാരിച്ച ട്രംപ് മസ്കിന്റെ രാഷ്ട്രീയ ഭാവി അനിവാര്യവും അദ്ദേഹത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് വേറെ വഴിയില്ലെന്ന് ഞാൻ കരുതുന്നു. മസ്കിന്റെ ഓപ്ഷനുകളെ ഒരു വശത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയും മറുവശത്ത് തീവ്ര ഇടതുപക്ഷ ഭ്രാന്തന്മാരും തമ്മിലുള്ള തിരഞ്ഞെടുപ്പായി ചിത്രീകരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു. മുൻകാല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് കോടീശ്വരനെ ഏറെക്കുറെ പ്രശംസിക്കുകയും തർക്കത്തെ കുറച്ചു കാണുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.